എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു കേട്ടോ. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: BJPയിലുള്ളവരെല്ലാവരും നല്ല വ്യക്തികൾ, കള്ളത്തരം അറിയില്ല. ബിഗ് ബോസ് വിജയി അനുമോൾ. ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്ന ആൾ ബിഗ് ബോസിലെ പഴയ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ഫിറോസ് ഖാനാണ്. കിടിലൻ ഫിറോസ് അല്ല കേട്ടോ, മറ്റേ ഫിറോസ്, സജന ഫിറോസിലെ ഫിറോസ്. ഇപ്പോൾ ഫിറോസ് ഖാൻ്റെ ഒരു പോസ്റ്റ് ആയിരുന്നു. ഈ ഒരു വാർത്ത ഫിറോസ് ഖാൻ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒരു റൈറ്റപ്പ് ഉണ്ടായിരുന്നു. 100% ബിഗ് ബോസ് വിജയിയാകാൻ യോഗ്യതയുള്ള സത്യസന്ധയായ ഈ വിന്നർ പറയുന്നത് എത്രമാത്രം ശരിയാണ്. തൻ്റെ പ്ലാച്ചിയെ പോലെയുള്ള സത്യസന്ധരാണ് BJPയിലെ എല്ലാവരും. ഇപ്പോൾ ഫിറോസ് ഖാൻ്റെ പാർട്ടി എന്താണെന്നോ അല്ലെങ്കിൽ ഫിറോസ് ഖാൻ ഏത് പാർട്ടിയിലാണ് വിശ്വസിക്കുന്നതെന്നോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഇങ്ങനൊരു എഴുത്ത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. ഇപ്പോൾ ഒരു വാർത്ത കണ്ടു, പോസ്റ്റ് ചെയ്തതിൽ മാത്രമല്ല അതിൻ്റെ താഴെ എഴുതിയിരുന്ന ക്യാപ്ഷൻ, അതിനകത്ത് വീണ്ടും ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ വലിച്ചഴിച്ച് പ്ലാച്ചിനെ കൊണ്ടുവന്നു. അതിനൊന്നും ആവശ്യമില്ല. ഒരുതരം കളിയാക്കൽ. ആ കളിയാക്കലിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇപ്പോൾ ആക്ച്വലി ആ പോസ്റ്റ് അവിടെ കാണുന്നില്ല. അതായത് തെറ്റ് മനസ്സിലായപ്പോൾ റിമൂവ് ചെയ്ത് കളഞ്ഞാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോഴേക്കും ആ പോസ്റ്റ് അവിടെ ഇല്ല. അപ്പോൾ ഈ പോസ്റ്റിന് അനുമോളുടെ ഒരു മറുപടി വന്നിട്ടുണ്ട്. ഇൻസ്റ്റാ സ്റ്റോറി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്, മനഃപൂർവ്വം എന്തോ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്ത് എന്താ പറയുക, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു അനീഷിൻ്റെ വിഷയം. അനീഷ് ആദ്യം നമ്മൾ കാണുന്നത് ഇൻസ്റ്റയിലൊരു പോസ്റ്റായിരുന്നു. ഒരുപാട് സിനിമകൾ അഭിനയിച്ച പ്രിയങ്കയും കോമഡി പ്രോഗ്രാമുകൾ ചെയ്തിരുന്ന അനുമോളുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു തരം തരംതാഴ്ത്തൽ പോലെ. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ വന്നു, മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഒരു വീഡിയോ വന്നു. ഇവർ സംസാരിക്കുന്ന വിഷയം, അതായത് അനീഷ് അനുമോളെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും അനുമോളെ ഇൻസൾട്ട് ചെയ്ത ലെവലാണ് അനീഷ് സംസാരിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഫിറോസ് ഖാൻ്റെ ഈ ഒരു കലാപരിപാടി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അനുമോളുടെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. ഈ പർട്ടിക്കുലർ പോസ്റ്റ് തന്നെ ഷെയർ ചെയ്തുകൊണ്ടൊരു സ്റ്റോറിയാണ്. നാട്ടിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുമ്പോൾ അവയെ നേരിടാൻ ആരും മുന്നോട്ട് വരുന്നില്ല. പക്ഷേ അവിടുന്ന് ഇവിടുന്ന് കേട്ട കാര്യങ്ങൾ ചേർത്ത് സ്വന്തം സ്റ്റോറി ഉണ്ടാക്കി പോസ്റ്റ് ഇടാൻ മാത്രം ചിലർക്ക് വലിയ ആവേശമാണ്. കാര്യം എന്താണെന്ന് കണ്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം അനുമോൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ. അനുമോളുടെ മിക്കവാറുമുള്ള ബൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു വാർത്ത, ഇങ്ങനൊരു കാര്യം അനുമോൾ BJPയിലുള്ള എല്ലാവരും സത്യസന്ധരാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഏതോ ഒരു മീഡിയക്കാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റോബിൻ രാധാകൃഷ്ണൻ BJPയിലേക്ക് പോയതിനെക്കുറിച്ച് അനുമോളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അനുമോൾ പറഞ്ഞു, അത് അവരുടെ ഇഷ്ടമല്ലേ, ആരെവിടെ പ്രവർത്തിക്കണം, ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്നുള്ള അവരവരുടെ ഇഷ്ടമല്ലേ, ഞാൻ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ലേ എന്ന രീതിക്കാണ് അനു സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടത്. വേറെ ഏതെങ്കിലും ബൈറ്റുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വളച്ചൊടിച്ച് ഈ രീതിയിൽ വാർത്തയാക്കി അത് മാറ്റി. അനുമോൾ പറയുന്നു BJPയിലുള്ള എല്ലാവരും നല്ല വ്യക്തികളാണ്, കള്ളത്തരം അറിയില്ല എന്ന് അനുമോൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഇത് അനുമോൾക്ക് എങ്ങനെ അറിയാം? അനുമോൾ BJP പ്രവർത്തിക്കുകയാണോ? അല്ലെങ്കിൽ അനുമോൾ BJPയിൽ അംഗത്വമുള്ള ഒരാളാണോ? അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ മീഡിയകൾ ഈ വാർത്തകൾ ഏത് രീതിക്കാണ് വളച്ചൊടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവരെടുക്കുന്ന ബൈറ്റുകളുടെ അടിസ്ഥാനത്തിലല്ലേ വാർത്ത കൊടുക്കേണ്ടത്? ഇവരങ്ങനെയല്ല ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് അവർക്ക് ഈ പറഞ്ഞ ക്ലിക്ക് ബൈറ്റ് കിട്ടാനും അവർക്ക് ന്യൂസ് വാല്യൂ കിട്ടാനും ഉള്ള ക്യാപ്ഷൻസ് കൊടുത്ത് വാർത്തകൾ ഇറക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ആ വാർത്തയിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെക്കുറിച്ച് ഒരാളൊരു മോശം വാർത്ത അടിച്ചിറക്കുന്നു, അത് ബാധിക്കുന്നത് നിങ്ങളെ മാത്രമാണ്, വേറെ ആരെയും ബാധിക്കില്ല. ഒരുപാട് പേരത് ഷെയർ ചെയ്യുന്നു. ഈ ഷെയർ ചെയ്യുന്നവർക്കും ചിലപ്പോൾ ക്ലിക്ക് ബൈറ്റ് കിട്ടുമായിരിക്കും. പക്ഷേ ബാധിക്കപ്പെടുന്നവൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. വാർത്തകളുണ്ടെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ അത് തെളിവ് വെച്ച് സംസാരിക്കുക. അനുമോനെ പറഞ്ഞിട്ടുണ്ടോ? ഫിറോസ് ഖാന് തെളിവ് വെച്ച് സംസാരിക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു പോസ്റ്റ് മാത്രം ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ എന്തായാലും ഈ പോസ്റ്റ് ഫിറോസ് ഖാൻ്റെ അക്കൗണ്ടിൽ കാണുന്നില്ല. ഇനി അനുമോൾ വേറൊരു സ്റ്റോറിയോട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പറയാത്ത ഒരു കാര്യം സ്റ്റോറി ഉണ്ടാക്കി പോസ്റ്റ് ചെയ്ത് ആളെ കളിയാക്കുന്നത് വളരെ താഴ്ന്ന നിലപാടാണ്. റീച്ച് കിട്ടാൻ വേണ്ടി മറ്റൊരാളുടെ പേരും മാന്യതയും ഉപയോഗിക്കുന്നത് വലിയ അച്ചീവ്മെൻ്റ് ഒന്നല്ല. സത്യമറിയാതെ സംസാരിക്കുന്നതും ആളെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഒരാളുടെ സ്വഭാവം തന്നെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി എഴുതുന്നത് നിങ്ങളുടെ റീച്ച് കൂട്ടാനാവാം, പക്ഷേ അത് സത്യമായിരിക്കില്ല. ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അറിയാത്ത കാര്യങ്ങൾ എഴുതി ആളെ കളിയാക്കുന്നത് കോണ്ടന്റ് ആക്കുന്നതിനേക്കാൾ സ്വന്തം നിലവാരം കുറയ്ക്കുന്ന കാര്യമാണ്. ഇയാൾക്ക് വർക്കൊന്നും ഇല്ലേ? റീച്ചിന് വേണ്ടിയിട്ടാണോ? എവിടെ എന്തെങ്കിലും ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഉടനെ വന്ന പോസ്റ്റുകൾ സ്വന്തം അക്കൗണ്ടിൽ വേണ്ടി അത് എൻ്റെ ഫെയിം ഉപയോഗിക്കണം. അപ്പോൾ ഇങ്ങനൊരു സ്റ്റോറിയും അനുവിട്ടിട്ടുണ്ട്. ഇതിനൊക്കെ വഴിവെക്കേണ്ട കാര്യമുണ്ടോ? അവർ ചെയ്യാത്ത കാര്യം. ഇപ്പോൾ ഫിറോസ് ഖാനെ സംബന്ധിച്ച് ഫിറോസ് ഖാൻ വേണമെങ്കിൽ അനുവിനെ വിളിച്ച് ചോദിക്കാമായിരുന്നു, അനു ഇങ്ങനൊരു സംഭവം ഉണ്ട്, ശരിയാണോ, ഇങ്ങനൊരു സംഭവം കേൾക്കുന്നുണ്ട്, ഇത് സത്യമാണോ എന്ന് ചോദിക്കാമായിരുന്നു. ചോദിച്ചില്ല. ഇവരൊക്കെ ആ ഫീൽഡിലുള്ള ആൾക്കാരാണ്, സ്വാഭാവികമായിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷേ ചോദിച്ചിട്ടില്ല. ഫിറോസ് ഖാൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ ഈ പോസ്റ്റ് കാണുന്നില്ല. ഒരു പക്ഷേ ഇതിൻ്റെ വാസ്തവം മനസ്സിലാക്കിയിട്ട്, ഇത് അനു പറഞ്ഞതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് റിമൂവ് ചെയ്തതായിരിക്കാം. പക്ഷേ അത് ഇട്ട അത്രയും സമയം കൊണ്ട് അനുവിൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു വിഷമം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് ആക്ച്വലി 116 ലൈക്കും 41 കമൻറ്റും ആ പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട്. 3
റീപോസ്റ്റും 24 ഷെയറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ആൾക്കാർ ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ വാർത്തകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ വാർത്തകൾ കൊടുക്കുന്ന ഓൺലൈൻ മീഡിയാസും ഒരുപാട് ശ്രദ്ധിക്കണം. നിങ്ങൾ അടിച്ചിറക്കുന്ന വാർത്തകൾ കൊണ്ട് എത്ര പേരുടെ ലൈഫാണ് അത് ബാധിക്കുന്നത്? നിങ്ങൾ അടിച്ചിറക്കുന്ന വാർത്തകൾ കണ്ട് എത്ര പേർക്കാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അതാണ് ഒന്ന് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ എപ്പോഴും എവിഡൻസ് വെച്ച് സംസാരിക്കാറുള്ളൂ. അതിപ്പോൾ ആരെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഏത് വിഷയമെടുത്ത് സംസാരിക്കുമ്പോഴും അതിനകത്ത് എവിഡൻസ് ഉണ്ടാവും. പക്ഷേ ഇത്തരം മീഡിയാസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് യാതൊരു എവിഡൻസും ഉണ്ടാവില്ല. അവരൊരു ക്യാപ്ഷൻ കൊടുക്കുന്നു, ഫോട്ടോ വയ്ക്കുന്നു, ന്യൂസ് വിടുന്നു. ഇത് കാണുന്നവരെ സത്യമാണെന്ന് വിചാരിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ, അനുവിൻ്റെ ഈ ഒരു കാര്യത്തിൽ പുറകെ നടന്ന് ആരൊക്കെയോ ടാർഗറ്റ് ചെയ്യുന്നൊരു ഫീല് എനിക്ക് തോന്നുന്നുണ്ട്. ഒരാളുടെ സുപ്രസിദ്ധിയിൽ അസൂയുള്ള ആൾക്കാർ, ഞാൻ വീണ്ടും ആ വാക്ക് പറയുവാണ്, സുപ്രസിദ്ധി, അതിൽ അസൂയുള്ള ആൾക്കാർ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്യും അവരെ അടിച്ചു താഴ്ത്തിടാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഫിറോസ് ഖാൻ അങ്ങനെ ഒരു ഇൻറ്റൻഷനോടുകൂടി ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കളിയാക്കൽ ഈ പോസ്റ്റിൻ്റെ താഴെ ഫീൽ ചെയ്തു. എനിവേ, തെറ്റ് മനസ്സിലാക്കി അത് റിമൂവ് ചെയ്താണെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ പോസ്റ്റ് കാണാത്തതുകൊണ്ട് അങ്ങനെ വിചാരിക്കുവാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഫിറോസ് ഖാൻ ചെയ്തത് ശരിയാണോ, അനു സ്റ്റോറി ഇട്ടത് ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.